ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായും ഇന്ന് എടുക്കാൻ പോകുന്ന കണ്ടന്റുകൾ എന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ്, ദെൻ ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ, moment of force അഥവാ ടോർക്ക്, angular momentum, relationship between torque and angular momentum, then law of conservation of angular momentum. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് അപ്പൊ നമ്മൾ കുറച്ചതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്, മുന്നുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർട്ടീസ് കുറച്ചൊക്കെ. അപ്പോൾ വെക്ടർ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് വെക്ടർ പ്രൊഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. വെക്ടർ പ്രൊഡക്റ്റ് എന്തുവാ, കമ്മ്യൂട്ടേറ്റീവ് അല്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പോ സപ്പോസ് ഒരു വെക്ടർ ആണ്, എ എന്നുള്ളൊരു വെക്ടർ എടുക്കുക, അതുപോലെ തന്നെ ബി എന്നൊരു വെക്ടർ എടുക്കുക, അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ, ക്രോസ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ബി ക്രോസ് എ മൈനസ്, അതായത് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ശരിക്കും ബി ക്രോസ് എ അല്ല, എ ക്രോസ് ബി. അതായത് ഒരു വെക്ടർ എടുക്കുക, എ എന്നുള്ള വെക്ടർ എടുക്കുക, ആ വെക്ടർ ബി എന്നുള്ള വെക്ടർ എടുക്കുക, അത് രണ്ടും ക്രോസ് ചെയ്യുക. അതായത് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഈക്വൽ അല്ല ബി ക്രോസ് എ എന്നുള്ള വെക്ടർ. ക്ലിയർ ആണല്ലോ, അത് ഈക്വൽ ടു എന്ത് ചെയ്യാം, മൈനസ് ബി ക്രോസ് എ ആയിരിക്കും. അപ്പോൾ അതായത് വെക്ടർ പ്രൊഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നില്ല എന്ത് ചെയ്യാം, വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി വെക്ടർ പ്രൊഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. അങ്ങനെ പറഞ്ഞ എന്താണ്, അപ്പോൾ ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യാം, എന്താണെന്ന് നോക്കട്ടോ. അപ്പൊ നമ്മൾ ഇതേമാതിരി വെക്ടർ എടുക്കുക, ഒരു വെക്ടർ എ ക്രോസ് ബി പ്ലസ് സി, വെക്ടർ ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വെക്ടർ എ ക്രോസ് ബി പ്ലസ് വെക്ടർ എ ക്രോസ് സി. അപ്പം വെക്ടർ എ ഇൻറ്റു ബി ക്രോസ് സി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, വെക്ടർ എ ക്രോസ് ബി പ്ലസ് വെക്ടർ എ ക്രോസ് സി എന്ന് എഴുതാൻ പറ്റും. അതാണ് വെക്ടർ പ്രോഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് പറയുക. അപ്പം രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്, വെക്ടർ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് അല്ലെ, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, വെക്ടർ പ്രോഡക്റ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, വെക്ടർ പ്രോഡക്റ്റ് ഒബേ ചെയ്യണില്ല. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്, ഇപ്പൊ സപ്പോസ് എ ക്രോസ് ബി ക്രോസ് സി എന്ന് എടുക്കാം, എ ക്രോസ് ബി ക്രോസ് സി, എ ക്രോസ് ഇൻറ്റു ബി ക്രോസ് സി ബ്രാക്കറ്റിനുള്ളിൽ, അത് ഈക്വൽ ടു അതായത് എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ അത് നോട്ട് ഈക്വൽ ടു എന്ത് ചെയ്യാ, വെക്ടർ എ ക്രോസ് ബി ഇൻറ്റു സി. അതായത് എ ക്രോസ് ബി ക്രോസ് സി എന്നുള്ള ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ഈക്വൽ ടു അല്ല എ ക്രോസ് ബി ബ്രാക്കറ്റ് ഇൻറ്റു സി വെക്ടർ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ, ഇതാണ് നോട്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യണില്ല. അപ്പോൾ 3 പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ 3 പ്രോപ്പർട്ടി ഏതൊക്കെയാണ് ഇപ്പം പറഞ്ഞത്, വെക്ടർ പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അതുപോലെ തന്നെ വെക്ടർ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് അല്ല, വെക്ടർ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, അതുപോലെ തന്നെ നോട്ട് അസോസിയേറ്റീവ്, വെക്ടർ പ്രൊഡക്റ്റ് അസോസിയേറ്റീവ് അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പ്രോപ്പർട്ടി പഠിക്കാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞാൽ സീറോ വെക്ടർ പ്രോപ്പർട്ടി. അപ്പം സീറോ വെക്ടർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് ഇപ്പൊ സപ്പോസ് 2 വെക്ടേഴ്സ് ഉണ്ട് വെച്ചോ. അപ്പൊ 2 വെക്ടേഴ്സ് പാരലൽ ആണെന്ന് വെച്ചോ. പാരലൽ ആണെങ്കിൽ അതിനുള്ള ആംഗിൾ 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ വെക്ടേഴ്സ് എന്ത് ചെയ്യാ, ക്രോസ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ അത് 0 ആയിരിക്കും. അതായത് സീറോ വെക്ടർ എന്ന് പറഞ്ഞാല് ഇഫ് 2 vectors are parallel. ഇപ്പൊ 2 വെക്ടേഴ്സ് പാരലൽ ആണ്. പാരലൽ ഇങ്ങനെ നേരത്തെ നിൽക്കാം. 2 വെക്ടേഴ്സ് പാരലൽ ആണ് നിൽക്കണമെങ്കിൽ അത് അവിടെ ഉണ്ടാവുന്ന എന്ത് ചെയ്യാം, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. 2 വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സീറോ വെക്ടർ ആണ് കിട്ടുന്നത്. അത് വെക്ടർ എ ക്രോസ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് പാരലൽ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഇങ്ങനെയാണെങ്കിൽ അടുത്ത വെക്ടറും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് പാരലൽ എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഇനി എന്താ
മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ അടുത്ത പ്രോപ്പർട്ടിയാണ് വെക്ടർ പ്രൊഡക്റ്റിന്റെ അടുത്ത പ്രോപ്പർട്ടി മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ അതൊന്ന് എഴുതി വെക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്നുള്ള രണ്ട് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്താ അടുത്ത പറഞ്ഞേ, ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്ന ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ എന്ത് ചെയ്യുക, അത് 0 ആയിരിക്കും കിട്ടുക. അതായത് വെക്ടർ എ എന്നുള്ള ഒരു വെക്ടർ അതേമാതിരി വെക്ടർ എ എന്നുള്ളൊരു ആ സെയിം വെക്ടറും ആക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ് സെൽഫ്. ആ വെക്ടറിനെ അതിനായിട്ട് തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്ന നമുക്ക് എത്രയാണ്, 0 ആയിരിക്കും കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോ ഇത്ര പ്രോപ്പർട്ടി ആണ് പറയാനുള്ളത്. 0 വെക്ടർ പ്രോപ്പർട്ടി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ് സെൽഫ്. അപ്പൊ നമ്മൾ 6 പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഈ 6 പ്രോപ്പർട്ടീസും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കുക. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക് ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി എന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ആ ടോപ്പിക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യണം. ഒരു റിജിഡ് ബോഡി. അപ്പൊ നമ്മൾ റിജിഡ് ബോഡി വരയ്ക്കുകയാണ്. ഒരു റിജിഡ് ബോഡി, ഒരു ഷേപ്പിലുള്ള റിജിഡ് ബോഡി. അപ്പോ ഈ റിജിഡ് ബോഡി ഒരു ആക്സിസിനെ ആസ്പദമായിട്ട് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആക്സിസ് വരയ്ക്കാം. ഒരു ആക്സിസിനെ ആസ്പദമാക്കി ആ റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യണം വിചാരിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ആ പോയിന്റിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, റിജിഡ് ബോഡി, അതായത് റിജിഡ് ബോഡിയിലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ റിജിഡ് ബോഡി എന്ത് ചെയ്യുക, പരസ്പരം റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. ഇതാണ് അതിന്റെ റേഡിയസ്. അപ്പം ഈ ബോഡി എന്ത് ചെയ്യുക, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ബോഡി റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിന് നമ്മൾ എ എന്ന് കൊടുക്കാം. എ എന്നുള്ള പോയിന്റ്. ഈ ബോഡി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്ന ഒരു പോയിന്റിനെ ബി എന്നൊക്കെ, പോയിന്റ് ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കാം. ഈ ഇതിന്റെ ഇടയിലുള്ള ആംഗിളാണ് എന്ത് ചെയ്യുക, സ്മോൾ ആംഗിൾ ഇല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യുക, തീറ്റ എന്നല്ല പറയാ. എന്താ പറയാ, തീറ്റ. സ്മോൾ ആംഗിൾ നമുക്ക് വേണമെങ്കിൽ ഡി തീറ്റ എന്നും കൂടി പറയാം. എന്താണ് ഡി തീറ്റ, അതായത് സ്മോൾ ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ സ്മോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എ ടു ബി തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത് ചെയ്യുക, സ്മോൾ ആംഗിൾ എന്ന് പറയുന്നത് ഡി തീറ്റ. അത് കവർ ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡി ടി എന്ന് പറയാം. എന്താണ് ഡി ടി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റിജിഡ് ബോഡി ഉണ്ട്. അപ്പൊ പല ഷേപ്പുള്ള ബോഡിയാണ് റിജിഡ് ബോഡി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു റിജിഡ് ബോഡി ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ റിജിഡ് ബോഡിയുടെ നമുക്ക് എന്ത് ചെയ്യാം, ആംഗുലർ വെലോസിറ്റിയും അതുപോലെ ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ കാണണം. അപ്പൊ അതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു റിജിഡ് ബോഡിയാണ്. അപ്പൊ ഒരു സർക്കുലർ പാത്തിലാണ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയഗ്രാണ് ഇവിടേക്ക് വരച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഡി തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാല് ഡി ടി സമയത്ത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡി സർക്കുലർ, റിജിഡ് ബോഡിയിൽ ഒരു പോയിന്റിൽ കൺസിഡർ ചെയ്യുക. അപ്പൊ റിജിഡ് ബോഡി ഒരു ആക്സിസിന് ആസ്പദമായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിനെ സംബന്ധിച്ചിടത്തോളം അതായത് സർക്കുലർ മോഷനിലായിരിക്കും. അങ്ങനെ സർക്കുലർ മോഷനിലായിട്ടുള്ള ഒരു ബോഡിയിൽ, റൊട്ടേറ്റിംഗ് ബോഡിയുടെ കേസിൽ നമുക്ക് എന്ത് ചെയ്യും, രണ്ട് ടൈപ്പ് മോഷൻസ് പറയാൻ പറ്റും. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇഫ് എ പാർട്ടിക്കിൾ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ എ സർക്കുലർ മോഷനിലാണെങ്കിൽ രണ്ട് മോഷനെ കുറിച്ച്, അല്ലെങ്കിൽ ടു വെലോസിറ്റി അല്ലെങ്കിൽ രണ്ട് മോഷൻസിനെ കുറിച്ച് പറയാൻ പറ്റും. അതായത് ടു വെലോസിറ്റി ഉണ്ട് അവിടെ. ഫസ്റ്റ് വെലോസിറ്റി ആണ് ആംഗുലർ വെലോസിറ്റി. എന്താണ്, ഒമേഗ. ആംഗുലർ വെലോസിറ്റി ഒമേഗ. സെക്കൻഡ് ആണ് ലീനിയർ വെലോസിറ്റി ഓർ ടാൻജൻഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പം ആംഗുലർ വെലോസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആംഗുലർ വെലോസിറ്റി എന്ന് പറയാൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒമേഗ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ.
അപ്പം ഒമേഗ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിന് എന്താ പറയാ ആംഗുലർ വെലോസിറ്റി. അതായത് ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം, ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അപ്പൊ ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് എന്താ അതായത് ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, ഇവിടെ എത്രത്തോളം ചേഞ്ച് ആണ് വന്നത്, അത് എ എന്ന ബോഡി ബിയിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ ഡി തീറ്റ, ആ ആംഗിൾ എന്ത് ചെയ്യാം. അപ്പം ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ചേഞ്ച് ഇൻ ടൈം എത്രയാണ് ഇവിടെ ഡി ടി ആണ് അല്ലെ, ഡി ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ആംഗുലർ വെലോസിറ്റിന്റെ ഒരു റിലേഷൻ കിട്ടിയല്ലോ, ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് നമുക്ക് കാണാമല്ലോ. ആംഗിളിന്റെ യൂണിറ്റ് നമുക്ക് റേഡിയൻ ആണ്, ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ടൈം ആണുള്ളത്, അപ്പൊ റേഡിയൻ പെർ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പം റേഡിയൻ പെർ സെക്കൻഡ് ആണ് എന്ത് ചെയ്യുക അവിടെ ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ്. അപ്പൊ റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആംഗുലർ വെലോസിറ്റിയുടെ റാഡ് പെർ സെക്കൻഡ്. റേഡിയൻ എന്ത് ചെയ്യുക റാഡ് എന്നാണ് പറയാം, നമ്മൾ യൂണിറ്റ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒരു ബോഡിയുടെ ആംഗുലർ വെലോസിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ പോലെ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയെ സംബന്ധിച്ച് രണ്ട് വെലോസിറ്റീസ് ഉണ്ടാകും, അതിലൊന്ന് ആംഗുലർ വെലോസിറ്റി ആണ്. ഓക്കെ, ആംഗുലർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്, ഡി തീറ്റ ബൈ ഡി ടി ആണ്. അപ്പൊ അത്രയും കാര്യം പറയാം. അപ്പൊ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്താണ് ലീനിയർ വെലോസിറ്റി അഥവാ ടാൻജൻഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് വെലോസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡി ആണെങ്കിൽ ഈ ഒരു ഓക്കെ നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, ഇങ്ങനൊരു വെലോസിറ്റി ഉണ്ടോ, ഇങ്ങനൊരു വെലോസിറ്റി ഉണ്ടോ, ആ ടൈപ്പ് ഓഫ് വെലോസിറ്റി, അത് പുറത്തേക്കാണ് വെലോസിറ്റി കാണുക, പുറത്തേക്ക്. അങ്ങനെ റൊട്ടേറ്റ് ഒരു ബോഡി എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകാനുള്ള ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ കാര്യം ഉണ്ടാവും, പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. ആ ടൈപ്പ് ഓഫ് വെലോസിറ്റി ഉണ്ടാവും. ആ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നേരത്തെ മാറി ഇതിവിടെ സ്മോൾ ടൈം ഡി ടി. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് വെലോസിറ്റി ഉണ്ട്, ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി എന്നുള്ള സംഭവമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഇനി എന്താ ആംഗുലർ ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ആംഗുലർ ആക്സിലറേഷൻ നമ്മളിപ്പോ ആംഗുലർ വെലോസിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ ആംഗുലർ ആക്സിലറേഷൻ എന്താ പറയാൻ നോക്കാം. ഓക്കെ, നമുക്ക് സാധാ നമ്മളൊരു ആക്സിലറേഷനെ കുറിച്ച് പറയാൻ എന്ത് ചെയ്യുക, സാധാ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെ, വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ചിന് എന്താ പറയാ ആക്സിലറേഷൻ എന്ന് പറയാം. ഇവിടെ ആംഗുലർ ആക്സിലറേഷനെ പറയുന്നതാണ്, അതായത് ഒരു ബോഡി ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആണ് എന്ത് ചെയ്യുക ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയാം. ഒരു ബോഡി റൊട്ടേറ്റിംഗ് ബോഡി കേസിൽ നമ്മൾ പറയുന്ന ആക്സിലറേഷൻ ആണ് ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പൊ ആംഗുലർ ആക്സിലറേഷനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ആൽഫ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആംഗുലർ ആക്സിലറേഷൻ സൂചിപ്പിക്കുന്നത് ആൽഫ എന്നാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി ആണ്. എന്താണ് ആംഗുലർ ആക്സിലറേഷൻ, ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മള് ഒമേഗയ്ക്ക് ഒരു ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഒമേഗ പറഞ്ഞ ആംഗുലർ വെലോസിറ്റി അല്ലേ. എന്താ പഠിച്ചത്, ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ മുന്നേതാ. ഡി തീറ്റ ബൈ ഡി ടി, ഡി തീറ്റ ബൈ ഡി ടി. ഈ ഒമേഗയുടെ സ്ഥാനത്ത് ഡി തീറ്റ ബൈ ഡി ടി എന്ത് ചെയ്യാം നമ്മൾ കൊടുത്തു വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡി തീറ്റ, ഒരു മിനിറ്റ്, ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി, ഡി തീറ്റ ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എഴുതാൻ പറ്റും. എന്താണ്
ആംഗുലർ ആക്സിലറേഷൻ ആൽഫ പറഞ്ഞാൽ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ആൽഫ സ്ക്വയർ ഡി ഒമേഗ ബൈ ഡി ടി. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ആണ്, ആംഗുലർ വെലോസിറ്റി ആണ് ഡി തീറ്റ ബൈ ഡി ടി ആണ്. അത് പുട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആംഗുലർ ആക്സിലറേഷൻ വേറൊരു ഫോർമാറ്റിലും കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, എന്താണ് ടോർക്ക്? എന്താണ് ടോർക്ക്? അതിന് പറയുന്ന വേറെ പേരാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്? അപ്പം ടോർക്ക് എന്താന്ന് പറയണം അല്ലെ, ടോർക്ക്. ഓക്കെ, ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് എന്താണെന്നൊക്കെ അറിയാം. നമുക്ക് സാധാ ഈ ഫോഴ്സിനെ റൊട്ടേഷനും മോഷനിൽ പറയുന്ന വേറൊരു പേരാണ് ടോർക്ക് എന്ന് പറയുന്നത്. എന്താണ്? ഫോഴ്സിനെ റൊട്ടേഷണൽ മോഷനിൽ പറയുന്ന പേരാണ് ടോർക്ക്. അതായത് ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിനെ റൊട്ടേഷണൽ മോഷനിൽ പറയുന്ന പേരാണ് ടോർക്ക്. അത്രയും കാര്യങ്ങൾ ഇപ്പം ബേസിക്കായി മനസ്സിലാക്കാം. സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡയഗ്രം എടുക്കാം. അപ്പൊ സപ്പോസ് നമുക്കറിയാം, നമ്മുടെ വാതിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം വാതിലിന്റെ ഹിഞ്ചസ്, അതായത് വിജാഗിരി എന്ന ഭാഗം, അങ്ങനെ ഒരു പാട്ടുണ്ടാവും അല്ലെ. ഈ വാതിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കണേ ആ സഹായിക്കണേ വിജാഗിരിയാണ്. അപ്പൊ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ എവിടെ ഫോഴ്സ് കൊടുക്കുന്നത്? നമ്മൾ ഹാൻഡിൽ ഹാൻഡിലിന്റെ അവിടെയാണ് കൊടുക്കുന്നത്. ആ ഹാൻഡിലിന്റെ അവിടെ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ആ ഡോർ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തുറക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. സപ്പോസ് നമ്മൾ അവിടെ എന്ത് ചെയ്യാം, കുറച്ച് ഫോഴ്സ് കൊടുത്താൽ തന്നെ മതി എന്ത് ചെയ്യാം, നമുക്ക് വാതിൽ എളുപ്പത്തിൽ തുറക്കാൻ പറ്റും. സപ്പോസ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ആ ഹിഞ്ചസ്, ആ വിജാഗിരിന്റെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യാം, ഫോഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഫോഴ്സ് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യാം, വിജാഗിരിന്റെ അവിടെ നിന്ന് നല്ല പുഷ് ചെയ്താൽ പറ്റില്ല, മാത്രമേ ഡോർ തുറക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ഉള്ള. വിജാഗിരിനെ തൊട്ടടുത്ത് നമ്മൾ എന്തും മതി, നല്ല ഫോഴ്സ് കൊടുക്കണം ഡോറിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നേരെ മറിച്ച് ഡിസ്റ്റൻസ് കൂടുതൽ, അകലം കൂടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സ് എന്ത് ചെയ്യുക, കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ മനസ്സിലായോ? അതായത് ക്ലിയർ ആയിരുമ്പോൾ, അതായത് ദൂരം, അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ, അതായത് ആ ഡിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. അപ്പൊ അത് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് എളുപ്പത്തിൽ തുറക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മളിവിടെ പറഞ്ഞല്ലോ, ഒരു ഫോഴ്സ് ഇവിടെ കൊടുക്കുക, ഹിഞ്ചസിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തുറക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. നേരെ മറിച്ച് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇവിടെയാണെങ്കിൽ, ഡോറിന്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ, അതായത് ഹിഞ്ചസിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോറ് പെട്ടെന്ന് തന്നെ എളുപ്പം തുറക്കാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമ്മൾ ഡോർ ഇവിടെ ഒരു ടോർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതൊരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഇതിനാണ് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് R, അതാണ് R. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് കൊടുക്കുമല്ലോ, ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഫോഴ്സ് കൊടുത്താൽ ഡോർ എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പിടിച്ചു വലിക്കുകയാണ്. അപ്പൊ ഡോർ ഓപ്പൺ ആവും. അപ്പോൾ ആ ഒരു ഇതിനെ, അതായത് റൊട്ടേറ്റിംഗ് ഒരു എഫക്റ്റ് ഉണ്ടാവും. അതിനെ പറയുന്നതാണ് ശരിക്കും ടോർക്ക് എന്ന് പറയുന്നത്. എന്താണ് ടോർക്ക്? അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടോർക്കിനെ നമ്മൾ ടോ എന്നുള്ള ലെറ്റർ സൂചിപ്പിക്കുക. എന്താണ് ടോ? നമുക്ക് എഴുതാം, ടോർക്ക് എന്ന് പറയുന്നത് R ക്രോസ് F എന്ന് എഴുതാൻ പറ്റും. എന്താണ് ടോർക്ക് എന്നാൽ R ക്രോസ് F. ടോർക്ക് എന്നാൽ R ക്രോസ് F. R എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ടോർക്ക് കിട്ടും. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് എന്നതിനെ പറയുന്നതാണ് എന്ത് ചെയ്യുക, ടോർക്ക് എന്ന് പറയാം. അപ്പൊ ഇവയ്ക്ക് എന്ത് ചെയ്യുക, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഇവ ബോത്ത് ആർ വെക്റ്റർ. ടോ ഈക്വൽ ടു R ക്രോസ് F എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതാം, ടോ ഈക്വൽ ടു നമുക്ക് ടോ ഈക്വൽ ടു R ഓഫ് സൈൻ തീറ്റ, അങ്ങനെയും എഴുതാം. ടോ ഈക്വൽ ടു R ഓഫ് സൈൻ തീറ്റ, ടോ ഈക്വൽ ടു R ക്രോസ് F, അല്ലെങ്കിൽ ടോ ഈക്വൽ ടു R ഓഫ് സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ടോർക്ക് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ യൂണിറ്റ് അപ്പൊ നമുക്കറിയാം, ടോ ഈക്വൽ ടു R ക്രോസ് F എന്ന് എഴുതി അല്ലെ. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ അല്ലെ. നമ്മൾ പഠിച്ചത് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ ആണ്. അപ്പം ന്യൂട്ടൺ മീറ്റർ ആണ് ഇവിടെ കിട്ടുന്ന ടോർക്കിന്റെ യൂണിറ്റ്. അപ്പൊ ടോർക്കിന്റെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതേണ്ടത്, ന്യൂട്ടൺ മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻസ്
ഓക്കെ, അപ്പം ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ഫോഴ്സ് പറഞ്ഞാൽ mL(T)-2 നമ്മൾ പഠിച്ച കാര്യമാണ്, അതുകൊണ്ടാണ് mL(T)-2 ഇൻറ്റു ഓക്കെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ്, ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ ആറാണ്, അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്. അപ്പം L അപ്പൊ എന്താ കിട്ടുക നമുക്ക്? mL2T)-2 mL2T)-2 ഇതാണ് എന്ത് ചെയ്യുക, ഇവിടെ ഇതിന്റെ ഡയമെൻഷൻ കിട്ടി. അപ്പം ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഓക്കെ, അതായത് ഫോഴ്സിനെ റൊട്ടേഷണൽ മോഷനിൽ പറയുന്ന പേരാണ് ശരിക്കും ടോർക്ക് എന്ന് പറയാം. അപ്പോൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാം ആംഗുലർ മൊമെന്റം. ഈ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ഇതും ഇതേമാതിരിയുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ ലീനിയർ മൊമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലീനിയർ മൊമെന്റം? ലീനിയർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറഞ്ഞില്ലേ നമ്മൾ? ലീനിയർ മൊമെന്റം P = mE. P = mE. അതാണ് ലീനിയർ മൊമെന്റം. അല്ലെങ്കിൽ മൊമെന്റത്തിനെ നമ്മൾ എന്താ P എന്ന ലെറ്റർ കൊണ്ട് സ്ട്രിപ്പ് ചെയ്യുക. അപ്പം മൊമെന്റ് P = മാസ് ഇൻറ്റു വെലോസിറ്റി. അതായത് m മാസുള്ള ബോഡി v വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് ശരിക്കും മൊമെന്റം ഉണ്ടാവുക, അല്ലെ? ആ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ഗിവൺ മൊമെന്റം ആയിരിക്കും. അതാണ് നമുക്ക് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ റൊട്ടേഷൻ മോഷനിൽ മൊമെന്റത്തെ പറയുന്ന പേരാണ് ആംഗുലാർ മൊമെന്റ് എന്ന് പറയാം. എന്താണ്? റൊട്ടേഷൻ മോഷനിൽ മൊമെന്റത്തെ പറയുന്ന വേറൊരു പേരാണ് ആംഗുലാർ മൊമെന്റം. അതാണ് ഇവിടെ ഇത്. ആംഗുലാർ മൊമെന്റം ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. അതായത് ലീനിയർ മൊമെന്റത്തെ റൊട്ടേഷണൽ മോഷനിൽ പറയുന്ന വേറൊരു പേരാണ് ശരിക്കും എന്ത് ചെയ്യുക, ആംഗുലാർ മൊമെന്റ് എന്ന് പറയാം. ഈ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് L നല്ല ലെറ്ററാണ് സൂചിപ്പിക്കുക. എന്താണ് L നല്ല ഇത്? അപ്പം ആംഗുലാർ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് L = R cross P. എന്താണ്? L = R cross P എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സൂചിപ്പിക്കുക. L = R cross P. ക്ലിയർ ആണല്ലോ? അപ്പൊ ആംഗുലർ മൊമെന്റം L = R cross P നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. എന്താണ് ബേസിക് ഇക്വേഷൻസ്? നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോണ കാര്യം ഓക്കെ അപ്പോൾ ഇനി എന്താ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ഈ ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ടോർക്ക് എന്താണെന്ന് നേരത്തെ ടോ ആണ്. അതുപോലെ തന്നെ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് L ആണ്. ഓക്കെ, അപ്പോൾ ഈ ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആംഗുലർ മൊമെന്റം L = ഇപ്പം നേരത്തെ പഠിച്ച ഇക്വേഷൻ L = R cross P എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക. നമുക്ക് ഫസ്റ്റ് തന്നെ എഴുതാം L = R cross P. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. L = R cross P. ഇനി എന്ത് ചെയ്യാം, ഈ L-നെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? dL/dt = d/dt of R cross P. ഇതിൽ കൂടെ അങ്ങനെയാണെങ്കിൽ ഈ R cross P നെ നമ്മൾ എന്ത് ചെയ്യാം, d/dt of R into P plus R into dP/dt. ഇങ്ങനെ ചെയ്താലോ, d/dt of R into P plus R into dP/dt. നമ്മൾ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം dR/dt, അതായത് നമുക്ക് എന്ത് ചെയ്യാം, dR/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് ആണ്. R എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതിന് പറയുന്നത് എന്ത് നമ്മൾ വെലോസിറ്റി എന്ന് പറയാം. എന്താണ് വെലോസിറ്റി? അപ്പൊ ഇതിനെന്താ പറയാ, വെലോസിറ്റി. ക്ലിയർ ആണല്ലോ? ഇൻറ്റു മൊമെന്റം P എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചില്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പം മാസ് ഇൻറ്റു വെലോസിറ്റി. ക്ലിയർ ആണല്ലോ? പ്ലസ് R ഇതിനെ അതുപോലെ തന്നെ എഴുതി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനെ പറയുന്നതാണ് എന്താ ഫോഴ്സ്. നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് ഈസ് F is equal to dp/dt. അപ്പൊ dp/dt എന്ന് പറയുന്നവരാണ് ഫോഴ്സ്. അപ്പം R ക്രോസ് F ഏതാലോ. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, രണ്ട് വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത് പാരലൽ ആണ്, അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലാണ് വിചാരിക്കാം. ഒരേ ഡയറക്ഷനിലാണ് പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ എന്ത് ചെയ്യാവ 0 ആയിപ്പോ. അപ്പം ഈ രണ്ട് വെക്ടേഴ്സ് ആക്ട് ചെയ്തത് വെലോസിറ്റി വെക്ടേഴ്സ് ആണ്. അപ്പൊ ആ വെലോസിറ്റി വെക്ടേഴ്സ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്, പാരലൽ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ അവ എന്ത് ചെയ്യാം 0 ആയിപ്പോ. അപ്പം ഇത് 0 ആയിപ്പോയി. ഓക്കെ, അപ്പം ബാക്കി എന്താ ഉള്ളത് ഇവിടെ? ബാക്കി dl/dt ഈക്വൽ ടു R ക്രോസ് F. ഓക്കെ, dl/dt ഈക്വൽ ടു R ക്രോസ് F. ഓക്കെ, അപ്പൊ R ക്രോസ് F എന്ന് പറഞ്ഞാൽ എന്താ? ടോർക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ dl/dt എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതിക്കൂടെ? ടോർക്ക് എഴുതിക്കൂടെ? അപ്പൊ എന്താ പറയുക? dl/dt എന്ന് പറഞ്ഞാല് ടോർക്ക്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ എന്താ പറഞ്ഞത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടല്ലോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു നമ്മൾ എന്ത് ചെയ്യുക? ഫോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ടോർക്ക് കൊടുക്കില്ല വെച്ചാൽ, ഇഫ് ദർ ഇസ് നോ അപ്ലൈങ് ആൻ എക്സ്റ്റേണൽ ടോർക്ക്. അപ്പം എക്സ്റ്റേണൽ, അതായത് ടോർക്ക് കൊടുക്കണില്ല, ടോർക്ക് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കണില്ല എന്ന് വിചാരിക്കാം. എക്സ്റ്റേണൽ ആയിട്ട് ടോർക്ക് കൊടുക്കണില്ല. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഇങ്ങനെ എഴുതിക്കോട്ടോ. ഒരു മിനിറ്റ്. കൊടുക്കണില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാൻ പറ്റുക? dl/dt എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? 0 എന്ന് എഴുതിക്കൂടെ? dl/dt 0. അങ്ങനെയാണെങ്കിൽ L എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ് അല്ലേ? ഒരു കോൺസ്റ്റന്റ് അല്ലേ? ക്ലിയർ ആണല്ലോ? L എന്ന് പറഞ്ഞാൽ എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗുലർ മൊമെന്റത്തിന് ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, അത് എഴുതാൻ പോവാണ്. ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ L is equal to I ഒമേഗ. എന്താണ് ആംഗുലർ മൊമെന്റം? L is equal to I ഒമേഗ. അപ്പം ആംഗുലർ മൊമെന്റത്തിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. L is equal to I ഒമേഗ, പിന്നെ L is equal to dl/dt is equal to tau. ഇവ രണ്ടുമാണ് എന്ത് ചെയ്യുക? ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ഈ താഴെ എഴുതിയതും കൂടി ഒന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം, അതാണ് dl/dt ഈക്വൽ ടു ടോർക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് മീൻസ് ദെൻ വി ആർ അപ്ലൈയിങ് ടോർക്ക് ഓൺ എ പാർട്ടിക്കിൾ, ദെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റത്തിനെ പറയുന്നത് എന്ത് ചെയ്യാം? ടോർക്ക് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഒരു ബോഡിക്ക് നമ്മൾ ടോർക്കാണ് കൊടുക്കണമെന്ന് എന്ത് ചെയ്യുക? ആ ബോഡി എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യും. അറിയാം, ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? R ക്രോസ് F ആണ്. അതായത് ടോർക്ക് കൊടുക്കാറെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ ഫോഴ്സ് ഉണ്ട് വിത്ത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ കൊടുക്കണം എന്ത് ചെയ്യുക? ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ കാര്യങ്ങളോട് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അപ്പോ ഇത് നമുക്ക് ആംഗുലർ മൊമെന്റത്തിന് ഇക്വേഷൻ അറിയാലോ. എന്താണ്? ടോർക്ക് ഈക്വൽ ടു dl/dt. ആ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി എടുത്തേക്കാം. അപ്പം ടോർക്ക് എന്ന് പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം dl/dt. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ടോർക്ക് 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ dl/dt എന്തായിരിക്കും? 0 ആയിരിക്കും. L എന്ന് പറഞ്ഞാല് എ കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതിന്റെ അർത്ഥം എന്താ? അതായത് there is no external torque. ഒരു സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുക? എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യണില്ലെങ്കിൽ then total angular momentum of a system remains constant. അപ്പൊ അതൊന്നും നമുക്ക് ഒന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ് ഇങ്ങനെ ഇതിന്റെ. ഓക്കെ, when the external torque acting on the system, when the external torque acting on the system is 0. Okay, if external torque acting on the system is 0, then the total
angular momentum remains constant. Okay, അപ്പം എന്താ പറയുന്നത്? When there is no external torque acting on the system, അല്ലെങ്കിൽ then there is a external torque is zero. External torque zero ആണെങ്കിൽ total angular momentum of a system is remains constant ആയിരിക്കും. ഇതാണ് law of conservation of angular momentum. എന്താണ് law of conservation of angular momentum? ഇതാണ് പറഞ്ഞത്. When there is no external torque acting on the system is zero ആണെങ്കിൽ then the total angular momentum remains constant. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആംഗുലർ മൊമെന്റം നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, L is equal to I omega. അതെന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ L is equal to I omega എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ അതെന്താ നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് പറയും. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ആണ്. അങ്ങനെ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ I omega എന്നുള്ളൊരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.